ന്യൂസ് പ്രസ്സിലേക്ക് സ്വാഗതം. മാതാപിതാക്കൾക്ക് മക്കളോട് അതിന് കവിഞ്ഞ സ്നേഹവും വാത്സല്യവും ഉണ്ടായാൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്നുള്ളതാണ് വെഞ്ഞാറമൂട് കൂട്ടക്കുല നമുക്ക് കാണിച്ചു തരുന്നത്. മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവർ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങി നൽകിക്കൊണ്ടല്ല. അങ്ങനെ ആണെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ അവർ അത് കിട്ടുന്നതിനുള്ള വേറെ മാർഗങ്ങൾ സ്വീകരിച്ചു തുടങ്ങും. അവർ സ്വന്തം നിലയിൽ കടം വാങ്ങാം, സ്വന്തം നിലയിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾ നടത്തി പണമുണ്ടാക്കാം, വീട്ടിൽ നിന്ന് തന്നെ പണം മോഷ്ടിക്കാം, വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയി വിറ്റ് പണം സമ്പാദിക്കാം, സ്വന്തം മൊബൈൽ പോലും ആർക്കെങ്കിലും പണയപ്പെടുത്തിയോ വിറ്റോ പണം ഉണ്ടാക്കാം. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിറ്റ് കഴിയുമ്പോൾ ആ മൊബൈലിന് പകരം മറ്റൊരു മൊബൈൽ പേരൻസിനെ കൊണ്ട് വാങ്ങിക്കാം എന്ന് കരുതിയും ഇത്തരത്തിലുള്ള ചില കുബുദ്ധി കാണിക്കാറുണ്ട്. ഇത് കളഞ്ഞുപോയി എന്നായിരിക്കും മാതാപിതാക്കളോട് പറയുന്നത്. അതിന് കിട്ടാൻ മാർഗമില്ല എന്ന് പറയുകയും ചെയ്യും. വെള്ളത്തിൽ വീണുപോയി എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ കൊണ്ട് വേറൊരു മൊബൈൽ വാങ്ങിച്ച ഒരു വിദ്വാൻ്റെ കഥ കോഴിക്കോട്ട് നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നല്ല, ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ട്. മൊബൈൽ പഴയതായാൽ പുതിയത് പേരൻസിനെ കൊണ്ട് വാങ്ങിക്കണം എങ്കിൽ പഴയത് നഷ്ടപ്പെട്ടു എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിനാണ് പുഴയിൽ എറിഞ്ഞു കളയുകയോ രഹസ്യമായി കൂട്ടുകാർക്ക് വിറ്റ് പൈസ വാങ്ങുകയോ മറ്റോ ചെയ്തുകൊണ്ട് പുതിയ മൊബൈലിന് വേണ്ടി മാതാപിതാക്കളെ പല പുത്രന്മാരും ഇതുപോലെ ചതിയിലൂടി പ്രേരിപ്പിച്ച് പുതിയ മൊബൈൽ സംഘടിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ വെഞ്ഞാറമൂട്ട് നടന്നതും അഫാൻ എന്ന് പറയുന്ന 23-കാരന് ഏകദേശം 10ാം ക്ലാസ് ആയതു മുതൽ തന്നെ ഈ വീട്ടുകാരുടെ അമിതമായ ലാളനയാൽ അയാൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിത്തുടങ്ങിയിരുന്നു. ബൈക്കും കാറുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഈ പേരൻസിന് പ്രേരകമായതും അവൻ്റെ ഭീഷണി ആയിരുന്നു. എലിവിഷം കഴിക്കുമെന്നും വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നും താഴെ ചാടിച്ചാകുമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി പ്രയോഗങ്ങളാണ് അയാൾ പേരൻസിനോട് കാണിച്ചിരുന്നത്. ഉമ്മ മാത്രം ഉള്ള ഒരു വീട്ടിൽ മകൻ്റെ ഇത്തരത്തിലുള്ള ചില ഭീഷണികൾക്ക് ഉമ്മ വഴങ്ങിക്കൊടുക്കേണ്ടി വരികയും ചെയ്തു. പിതാവ് ഗൾഫിലാണ്, 15 വർഷത്തിലേറെയായി. അയാൾ കഴിഞ്ഞ 7 വർഷമായി നാട്ടിലേക്ക് വന്നിട്ട് പോലുമില്ല. അയാളുടെ ബിസിനസ് പൊളിഞ്ഞതിനെ തുടർന്ന് തകർന്ന് തരിപ്പണമായ ആ മനുഷ്യൻ അയാളുടെ നിസ്സഹായാവസ്ഥയിൽ ഗൾഫിൽ ജീവിക്കുമ്പോഴാണ് ഇവിടെ ഈ അഫാൻ്റെ തന്നെ ഭീഷണിയിൽ ഉമ്മ എല്ലാം അവന് കൊടുക്കാൻ തുടങ്ങിയത്. ഇല്ലാതെ വന്നാൽ കടം വാങ്ങിക്കൊടുക്കാനും ആ സ്ത്രീ തയ്യാറായി. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ മകൻ തന്നെ മുന്നിട്ടിറങ്ങി കടം വാങ്ങിക്കൂട്ടാനും തുടങ്ങി. ഇതെല്ലാം അഫാൻ്റെ ആർഭാട ജീവിതത്തിൻ്റെ ഒരു കാരണങ്ങൾ കൊണ്ടായിരുന്നു. എത്ര പണം കിട്ടിയാലും അഫാന് മതി വരാത്ത രീതിയിലുള്ള ചെലവ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉദാഹരണം അയാളുടെ കാറിനോടും ബൈക്കിനോടുമുള്ള ആഡംബരപ്രിയവും രണ്ടാമതായി നല്ല ഭക്ഷണം കഴിക്കാനുള്ള ആർത്തിയുമായിരുന്നു. ചിക്കനും പൊറോട്ടയുമാണ് അഫാൻ്റെ ഏറ്റവും ബലഹീനമായ ഭക്ഷണ പദാർത്ഥങ്ങൾ. അത് അയാൾക്ക് കിട്ടണം എല്ലാ ദിവസവും എന്നുള്ളതാണ് ഉമ്മയോട് അയാൾ വെച്ചിട്ടുള്ള ഒരു ഡിമാൻഡ്. ഇത് പലപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും അയാൾക്കിഷ്ടം ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കാനാണ്. അനിയനും ഏകദേശം അങ്ങനെയുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു താനും. രണ്ടുപേരുടെയും ശരീരപ്രകൃതി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇവർ അമിതമായി ഹോർമോൺ ചേർത്ത ചിക്കൻ കഴിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ശരീരത്തിന് അമിതമായ ഭാരം ഉള്ള ഒരു വ്യക്തിയാണ് അനിയനെന്നും നമുക്ക് കാണാം. അഫാനും ഏകദേശം
അത്യാവശ്യമുള്ള ശരീരപ്രകൃതി ഉണ്ട് താനും. ആർഭാട ജീവിതത്തിന് ഒരു കുറവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. വീടിന് തൊട്ടടുക്കൽ ഉള്ള ഒരു പലചരക്ക് കടയിൽ നിന്നും ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് സാധനം കൊടുക്കും. അതെല്ലാം അക്കൗണ്ടിൽ എഴുതാൻ പറഞ്ഞാണ് വാങ്ങുന്നത്. അക്കൗണ്ടിൽ അവിടെയുള്ള പലചരക്ക് കടയിലെ സ്ത്രീ അതെല്ലാം എഴുതി വെക്കുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാം കൃത്യമായും തന്നെ ഉമ്മയും മകനും കൊടുത്തു തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് ഇവരോട് ഒരു ആക്ഷേപവും ഇല്ല. മിക്കവാറും ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ അനിയൻ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ കടയിൽ വന്ന് തണുത്തതെന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് ഇയാൾ സ്പ്രൈറ്റ് ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ടെന്ന് ആ സ്ത്രീ പറയാറുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഇവരുടെ ആർഭാട ജീവിതത്തിൻ്റെ കാര്യം തന്നെയാണ്. പിതാവ് ഗൾഫിൽ ബുദ്ധിമുട്ടനുഭവിച്ച് ജീവിക്കുമ്പോഴും ഇവർക്ക് ഉമ്മയ്ക്കും മക്കൾക്കും അതിൻ്റേതായ യാതൊരു തരത്തിലുള്ള കൂസലും ഇല്ലാതെ, ഭയമില്ലാതെ അവർ പഴയ ജീവിതം അതുപോലെ തുടർന്നു കൊണ്ടുവന്നിരുന്നു. ഈ പിതാവ് എല്ലാ മാസവും 1,00,000 രൂപയാണ് വീട്ടു ചെലവിന് വേണ്ടി അയച്ചു കൊടുത്തിരുന്നത്. ഈ അഫാന് വേണ്ടി പ്രത്യേക തുകയും അയാൾ കൊടുക്കുമായിരുന്നു. ഈ തുക ബിസിനസ് സ്തംഭിച്ചതിനെ തുടർന്ന് അയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കെറുവും വിദ്വേഷവും അഫാന് എപ്പോഴും ഉണ്ടായിരുന്നു. പിതാവ് കാരണമാണ് എല്ലാ ബിസിനസ്സും തകർന്നതെന്നും പിതാവിൻ്റെ ബന്ധുക്കൾ സഹായിക്കേണ്ട സമയത്ത് ഈ കുടുംബത്തിന് സഹായിച്ചില്ല എന്നുമുള്ള ആക്ഷേപം അഫാന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ബന്ധുക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന സഹായമെല്ലാം അവർ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ ചെയ്ത സഹായങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഈ കുടുംബത്തിന് കഴിയാതെ പോയി. അവർ തിരിച്ചു ചോദിച്ചതിൻ്റെ പ്രതികാരവും ഈ അഫാന് അവരോടൊക്കെ ഉണ്ടായിരുന്നു. പലവട്ടം ഉമ്മുമ്മ സ്വന്തം കയ്യിലുള്ള ഗോൾഡും മക്കൾ കൊടുക്കുമായിരുന്ന സംഭാവന പണവുമെല്ലാം ഈ ചെറുമകന് കൊടുത്തിരുന്നു. പക്ഷേ അവസാനം അവർ കഴുത്തിലിട്ടിരുന്ന മാല ചോദിച്ചിട്ട് കൊടുക്കാത്തതാണ് അഫാന് വൈരാഗ്യം ഉണ്ടാകാൻ കാരണം. മറ്റൊരു മാല ഉണ്ടായിരുന്നത് അഫാന് കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവർ അവരുടെ ഒരു മകളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതും അഫാൻ അറിഞ്ഞു. ഇതിൻ്റെ ദേഷ്യവും അഫാന് നന്നായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ ആദ്യം കൊലപ്പെടുത്തിയത്. മാല കൈക്കലാക്കി ബാക്കി ഒരു വ്യക്തിക്ക് കൊടുക്കാനുണ്ടായിരുന്ന കടത്തുകയിൽ കുറേ അയാൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ബാക്കിയുള്ള പണം കൊണ്ട് അയാൾ ചുറ്റിക വാങ്ങി, മദ്യം വാങ്ങി, എലിവിഷം വാങ്ങി. ഇത് നല്ല രീതിയിൽ അയാൾ അനിയന് കൊടുക്കുന്നതിന് വേണ്ടി അയാൾ ഈ കുഴിമന്തി വാങ്ങുന്നതിനും പണം ഏൽപ്പിച്ചു. ബാക്കിയുണ്ടായിരുന്ന പണം ഇളയ സഹോദരൻ്റെ ഡെഡ് ബോഡിയുടെ ചുറ്റും അയാൾ വാരി വിതറിയിടുകയാണ് ചെയ്തത്. പണത്തിനോട് ആർത്തിയുള്ള ഒരു മകൻ്റെ തോന്യാസങ്ങളാണ് മൃഗീയമായി വെഞ്ഞാറമൂട് അരങ്ങേറിയത്. എല്ലാ മാതാപിതാക്കളും മക്കളോട് നോ പറയാൻ പഠിക്കുക. അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതെല്ലാം നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുക. തുടക്കത്തിലെ തന്നെ നോ പറയാൻ മടികാട്ടാത്ത മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ കൊണ്ടുള്ള ഇത്തരം ശല്യങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല. മക്കളോട് സ്നേഹം കാണിക്കുന്നത് പണം കൊടുത്തിട്ടല്ല വേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അവർക്ക് വേണ്ടത് അറിഞ്ഞുകൊണ്ട് വാങ്ങിക്കൊടുത്താൽ മാത്രം മതിയാവും. അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ വസ്തു വാങ്ങിക്കൊടുക്കാതിരിക്കണം. ഈ വെഞ്ഞാറമൂട് സംഭവം കേരളത്തിലെ എല്ലാ മാതാപിതാക്കൾക്കും ഒരു പാഠമായി മാറേണ്ടതാണ്. അഥവാ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ.